നിങ്ങൾ ഈ ഫോട്ടോയിൽ ഒരു താടി വെച്ച ആളിനെ കാണുന്നുണ്ടോ? ഇതാണ് ക്രിസ്ത്യൻ ജോൺ. വെള്ളനാട് പഞ്ചായത്തിൽ പുനലാൽ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ ക്രിസ്ത്യൻ ജോൺ ജനിച്ചു വളർന്ന ആദ്യം ആരനാട് പഞ്ചായത്തിൽ ഓണങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇദ്ദേഹം ഒരു 13 വയസ്സ് 14 വയസ്സ് പ്രായമുള്ളപ്പോൾ പുനലാൽ ഒരു വായനശാല തുടങ്ങി. നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് വായനശാല. ദേശമണി, ഡേവിഡ്, എഡിസൺ സാറ് MA പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ് എഡിസൺ സാറ്. ദേശമണി സാറ് എൻജിനീയറിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഡേവിഡ് PW പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. എല്ലാവരെയും കൂടി ചേർത്ത് ഒരു സംഘടന ഉണ്ടാക്കി വായനശാലയ്ക്ക് ഭാരവാഹികളെടുത്ത്. അന്ന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അറിവൊന്നുമില്ലായിരുന്നു. അങ്ങനെ പുനലാൽ പള്ളിയുടെ തൊട്ടടുത്ത് ഡോറം എന്ന് പറയുന്ന ആളുടെ ഇപ്പോൾ ചായക്കടയിരിക്കുന്ന സ്ഥലം, അവിടെ ഒരു ചെറിയ റൂം. അന്ന് റൂം ശരിയാക്കുന്നത് മണ്ണ് കുഴച്ച് കട്ട ഉണ്ടാക്കി ആ കട്ട കെട്ടിയാണ് റൂമുകൾ തയ്യാറാക്കുന്നത് ആ കാലഘട്ടം. അങ്ങനെ ഒരു ചെറിയ റൂമുണ്ടാക്കി ആ റൂമിൽ ഒരു ഒറ്റ വാതിൽ പിടിപ്പിച്ച് അതിനകത്ത് പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് വെച്ച് പല സ്ഥലങ്ങളിലും പോകും ഞങ്ങൾ. വെള്ളനാട്, ചാങ്ങ, ആര്യനാട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങുമ്പോൾ പുസ്തകങ്ങൾ തരുമായിരുന്നു. ആ പുസ്തകങ്ങളുടെ ഒരു ശേഖരം ഉണ്ടായിരുന്നു അവിടെ. ഒടുവിൽ വേറെ ഭാരവാഹികളെ തിരഞ്ഞെടുത്ത് അവരെ ഏൽപ്പിച്ചു. പിന്നെ കുറേ കാലം കഴിഞ്ഞ് കുറേ അധികം വർഷങ്ങളോളം അത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ എന്ത് സംഭവിച്ചതെന്ന് അറിയില്ല. കാരണം ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ മറ്റൊരു ജില്ലയിലേക്ക് ജോലി കിട്ടി പോവുകയായിരുന്നു. അങ്ങനെ ഈ വായനശാല നടക്കുന്ന സമയത്താണ് ഈ ഡയൽ വ്യൂ അറിയില്ല നിങ്ങളെല്ലാവരും. അതിൻ്റെ സ്ഥാപക നേതാവായ ക്രിസ്തുദാസിനെ മെത്രാനികയിൽ വെച്ച് പരിചയപ്പെടുന്നത്. ക്രിസ്തുദാസ് അവിടെ, ഞാൻ മിക്കവാറും വെള്ളനാട് വായനശാലയിൽ പോകും. മെത്രാന്ന് വഴിയായിട്ടും പോകുന്നത്. വീട്ടിൽ വെറുതെ നിൽക്കില്ല, എങ്ങനെയെങ്കിലും വെള്ളനാട് മിത്രാന്തി വഴി കറങ്ങി. അങ്ങനെ മിത്രാനിൽ വെച്ച് ക്രിസ്തുദാസിനെ പരിചയപ്പെടുന്നു. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് സോഷ്യൽ വർക്കിൽ താല്പര്യമുള്ളതുകൊണ്ട് പുള്ളിയും ഞാനും കൂടി ഇങ്ങനെ സംസാരിച്ച് ഞാനൊരു പ്രാവശ്യം ക്രിസ്തുദാസിനോട് ചോദിച്ചു, നമുക്ക് ഇതേപോലൊരു സംഘടന, മിത്രാനികേതൻ പോലത്തെ ഒരു സംഘടന ഉണ്ടാക്കിയാലെന്താ എന്ന് ചോദിച്ചു. അന്ന് എനിക്കൊരു 15 വയസ്സൊക്കെ പ്രായം വരുമോ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഹലോ ജോണേ, ഞാൻ അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്നായി, നമുക്കതിനെക്കുറിച്ച് ആലോചിച്ചാലെന്ത് എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ അങ്ങോട്ടും ചോദിച്ചു, പുള്ളി എന്നോടും ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഫൈനൽ തീരുമാനമെടുത്ത് പുനലാലൊരു സംഘടന രൂപീകരിക്കാം. അങ്ങനെ ഞങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. അപ്പോൾ പേരിടുന്ന സബ്ജക്റ്റ് വന്നു. അന്ന് ഞാനൊരു പേര് കൊണ്ടുവന്നു, ഗ്രീൻലാൻഡ്. അപ്പോൾ പുള്ളി ക്രിസ്തുദാസ് കൊണ്ടുവന്നതാണ് ദി ഡയൽ വ്യൂ. അപ്പോൾ ഞങ്ങൾ കമ്മിറ്റിയിൽ ഞാനുണ്ട്, ഒരു ചെല്ലയൻ സാറുണ്ട്, വേറൊരു ചെല്ലയനുണ്ട്, പിന്നെ സാന്തയുണ്ട്, ക്രിസ്തുദാസുണ്ട്, ഞാനുണ്ട്. പിന്നെ പള്ളിയിലെ അച്ഛൻ, കൊണ്ണിയിലെ അച്ഛനാണ്, പുള്ളി വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു തീരുമാനമെടുത്തു. എന്നെ പിണക്കാനും പറ്റുന്നില്ല, ഗ്രീൻലാൻഡ് അംഗീകരിച്ചു. ഒടുവിൽ ഞാൻ തന്നെ അങ്ങോട്ട് ഓപ്പറേറ്റ് ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു സ്ഥാപനം ഇവിടെ അടുത്ത സ്ഥലത്തുണ്ട്.
നമുക്കൊരു കാര്യം ചെയ്യാം, ക്രിസ്താസ് കൊണ്ടുവന്ന ആ പേര് തന്നെ ഇടാമെന്ന് പറഞ്ഞു. ക്രിസ്താസിന് അത് യാതൊരു മെത്രാനിൻ്റെ വിസിറ്റ് ചെയ്യാൻ വന്ന ആരോ ഒരു ഫോറിനേഴ്സോ ആരോ കൊടുത്ത് സജക്റ്റ് ചെയ്ത ഒരു പേരാണ് സഫിഷ്യൻ്റ്. ഒടുവിൽ ആദ്യം ഡയൽവി എന്നാണ് ഇട്ടത്, പിന്നെ ഡി ഇവിടെ ചേർത്ത് ഇത് ഡയൽവി ആക്കി. ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാനും ക്രിസ്താസും കൂടി നേരെ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാം തയ്യാറാക്കി, ബൈലയെല്ലാം ഒക്കെ എഴുതി തയ്യാറാക്കി, ഉപ്പൊക്കെ ഇട്ടു. ഞങ്ങൾ രണ്ടും കൂടി ഒരു ദിവസം രജിസ്റ്റർ ചെയ്യാൻ പ്ലാൻ ചെയ്തു, പോകാൻ പ്ലാൻ ചെയ്തു. ഞാൻ ക്രിസ്താസ് താമസിക്കുന്നത് മെത്രാനിയിൽ ഡേവിഡ് എന്ന് പറഞ്ഞൊരു കാളയുണ്ടായിരുന്നു. ആ കാളയെ കെട്ടിയിരിക്കുന്ന ഷെഡിനടുത്ത് ഒരു ഘട്ടത്തിലാണോ ആ ഘട്ടത്തിൽ കൂടെ തന്നെ അവർ മൊഴിയിലാണോ എന്ന് എനിക്കത് ഉറപ്പില്ല. ഞാൻ പുള്ളിയുടെ റൂമിൽ ചെല്ലുകയും ഞങ്ങൾ കട്ടൻ ചായ ഇട്ട് കുടിച്ച് അവിടെ നേരെ വെള്ളനാട് വഴി നടന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് നിന്ന് രജിസ്റ്റർ ചെയ്തപ്പോൾ അവിടെ ഞങ്ങൾ രണ്ടുപേർ പേര് ഒരാളും കൂടെയെങ്കിലും വേണം. പിന്നെ ഞാൻ എൻ്റെ ഒരു ചിറ്റപ്പ അവിടെ ഉണ്ടായിരുന്നു, പുള്ളിയെ കൂടെ കൂട്ടി ഞങ്ങളവിടെ 3 പേരെ കാണിച്ച് രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ നടന്നു തിരുവനന്തപുരത്തുനിന്ന് കരകുളം ആ ഭാഗത്ത്, കാച്ചാണി ആ ഭാഗത്ത് ഇവിടെ കൂടെ എനിക്ക് ശരിക്കും വഴി അറിയില്ല, പുള്ളിക്ക് ശരിക്കും വഴി അറിയാമായിരുന്നു. ഞങ്ങൾ നടന്നു വെള്ളനാട് വന്നിട്ട് പുള്ളിയുടെ മുറിയിൽ വന്ന് ചായ എന്തൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ അരുവിക്ക വഴി കൂടി ഇപ്പോൾ കോളേജ് ഇരിക്കുന്ന സ്ഥലത്തെത്തി. അന്നൊക്കെ റോഡില്ല, കാളവണ്ടി പോണ വഴിയാണ്. റോഡിൻ്റെ നടുക്കൊക്കെ വലിയ പാറപ്പൊക്കത്ത് ഇരിപ്പുണ്ട്. ആ പാറയുടെ പൊക്കത്ത് കയറിയിരുന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് കയറുന്നു. ഇതിനെക്കുറിച്ച് ഈ വേറെ വിഷയമൊന്നുമില്ല, ഇത് തന്നെ ഞങ്ങളുടെ പ്ലാൻ, സംഘടനയെ വളർത്തിയെടുക്കുക, അതൊറ്റ ലക്ഷ്യമുള്ളൂ. പുള്ളിയുടെ ലക്ഷ്യം ഒന്ന് തന്നെ, എൻ്റെ ലക്ഷ്യം ഒന്ന് തന്നെ. ഞങ്ങൾ രണ്ടുപേരും കൂടി അതേക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ എണീറ്റ് നിന്നപ്പോൾ ഈ ആ കുന്നിൻ്റെ നോക്കുമ്പോൾ ചുറ്റും കുന്നുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. പുള്ളി പറഞ്ഞു, നമുക്ക് നമ്മുടെ ഏരിയ, അതായത് ഈ കുന്നുകളാൽ ചുറ്റപ്പെട്ട ഏരിയ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ വരണം. അപ്പം ഞാൻ ചോദിച്ചു, ഇതൊക്കെ നമുക്ക് കിട്ടുമോ? അതൊക്കെ കിട്ടാൻ ചോണേ നീ നോക്കിക്കോ എന്നോട് പറഞ്ഞു. അങ്ങനെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചു. കുറച്ച് കാലം കഴിഞ്ഞു. അധികം വർഷങ്ങളാവുന്ന മുമ്പേ ഞാനപ്പോൾ ITA പാസ്സായിരുന്നു. എറണാകുളത്ത് ജോലി കിട്ടി. ഞാനങ്ങ് പോവുകയും ചെയ്തു. പിന്നെ ഞാനിതിൽ അധികം ഉൾപ്പെട്ടിരുന്നില്ല. പിന്നെ ഞാൻ എറണാകുളത്ത് പോയി A1 Poor Fund ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്തു. അത് 3 സ്റ്റേറ്റുകളിൽ വർക്ക് ചെയ്തിരുന്നു, കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി. അവിടെ ഗ്രൂപ്പുകൾ ഫോം ചെയ്യും. വയനാടൊക്കെ ഉണ്ടായിരുന്നു, വയനാട്, ഇടുക്കി, അങ്ങനെ എറണാകുളം ഡിസ്ട്രിക്റ്റിലും കാക്കനാട് ഒക്കെ ഉൾപ്പെടും. തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും പല ഏരിയകളിലും. പോണ്ടിച്ചേരിയിൽ ഏതാണ്ട് 40-ൽ കൂടുതൽ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാളിദാസ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അവിടുത്തെ ലീഡർ. ഞങ്ങൾ അവിടെ ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്തു, അതിൻ്റെ പ്രവർത്തനം നടക്കുകയായിരുന്നു. എറണാകുളത്തൊരു നേഴ്സസ് സ്കൂൾ ഓഫ്, ഇതെൻ്റെ വൈഫാണ്, തൊട്ടിരിക്കുന്നത് എൻ്റെ മകളാണ്. ആ വൈഫിനെ തൊട്ടിരിക്കുന്നത് അവിടെ ഒരു ഉൾപ്രദേശമായിരുന്നു. കുട്ടികൾ നേഴ്സറിലൊന്നും പോകാതെ കളിച്ച് വിളയാടി നടക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ കമ്മിറ്റിയായി തീരുമാനിച്ച് ഒരു സ്കൂൾ തുടങ്ങി. അത് 125ഓളം കുട്ടികളുണ്ടായിരുന്നു. 2ആയിട്ടാണ് നടത്തിയിരുന്നത്. പിന്നെ അത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒന്നാക്കി. ഇത് 86-ലോ 85-ലോ ഉള്ളതാണ് ഈ വീട്.
അത് ഞങ്ങൾ വേറൊരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു. അപ്പോൾ എനിക്ക് 60 വയസ്സ് 60 വയസ്സായി കഴിഞ്ഞു, 55 വയസ്സൊക്കെ ആയി. ആ സമയത്ത് അത് വേറെ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വന്നു. വീണ്ടും തിരികെ നമ്മുടെ നാട്ടിൽ വന്ന് ക്രോസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ക്രോസ് ഇന്ന് വിവിധതരമായ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. കൂടുതലും കിടപ്പ് രോഗികൾക്ക് സഹായം എത്തിക്കുന്നു. ക്യാൻസർ ബാധിച്ചവർക്ക് ഡയാലിസിസിന് പോകാനായിട്ട് സഹായം ചെയ്യുന്നുണ്ട്. കൂടുതലും കിടപ്പ് രോഗികൾക്കാണ്. ക്രോസിൻ്റെ ഒരു പ്രോജക്റ്റാണ് ചെടി നഴ്സറി. വിവിധതരം ചെടികളുണ്ട്. ഇതിൽ നിന്നൊക്കെ വിറ്റ് കിട്ടുന്ന ലാഭമാണ് കിടപ്പ് രോഗികൾക്ക് കൊടുക്കുന്നത്. വയസ്സായവർക്ക് അരി മറ്റു സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചെടി കൂൺ പ്രൊഡക്ഷനുണ്ട്. ചെടി കൂൺ ഒരു പലചരക്ക് സ്റ്റോറുണ്ട്. ഇതാണ് ക്രോസിൻ്റെ ഓഫീസ്. പലചരക്കിന്നൊക്കെ വിറ്റ് കിട്ടുന്ന പലചരക്ക്, കൂണ്, ചെടി ഇവയെല്ലാം വിറ്റ് കിട്ടുന്ന ലാഭം ആണ് കിടപ്പ് രോഗികൾക്ക് എത്തിക്കുന്നത്. പലതരം ചെടികളുണ്ട്. ഓർക്കിഡാണ് ഇഷ്ടപ്പെട്ടത്. ധാരാളം ആൾക്കാർ ചെടികൾ വാങ്ങാൻ വരുന്നുണ്ട്. അത് ഞങ്ങൾക്കൊരു വലിയ സഹായമാകുന്നുണ്ട്. പലചരക്ക് ഇപ്പോൾ 73ഓളം പേർ പലചരക്ക് സാധനം വാങ്ങുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷനായിട്ട് അരി കൊടുക്കും. പിന്നെ അതിന് താഴോട്ട് പ്രായമുള്ളവർക്ക് ഒരു സംഭാവന കൊടുക്കുന്നുണ്ട് കൂപ്പണായിട്ട്. ചായപ്പൊടി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കട്ടിങ്സ് കൊടുക്കുന്നതാണ്.
റാണി ക്രോസിൻ്റെ ഷോപ്പ് കാണിച്ചു തരാം. ഇതാണ് ഷോപ്പ്. ഷോപ്പിൽ നിന്ന് വിറ്റ് കിട്ടുന്ന ലാഭം കിടപ്പ് രോഗികൾക്ക് കിറ്റായിട്ടും ചികിത്സാ സഹായമായിട്ടും ക്യാഷായിട്ടും ഒക്കെ എത്തിച്ചു കൊടുക്കുന്നു. ധാരാളം ആൾക്കാർ വന്ന് സാധനങ്ങൾ വാങ്ങിച്ച് സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം തിരികെ കിടപ്പ് രോഗികൾക്ക് എത്തിക്കുന്നുണ്ട്. ഇതാണ് ക്രോസിൻ്റെ ഓഫീസായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ക്രോസ് കോംപ്രഹെൻസീവ് റൂറൽ ഓപ്പറേഷൻ സർവീസ് സൊസൈറ്റി. കോംപ്രഹെൻസീവ് റൂറൽ ഓപ്പറേഷൻ സർവീസ് സൊസൈറ്റി, ഷോർട്ട് ഫോം ക്രോസ്, CROSS. ഇതിൻ്റെ പേര് പറയാമോ? ഒരു പഴം ഉണ്ടാകുന്നതാണ്. ക്രോസിൽ നിന്ന് കൂൺ, ചെടികൾ, പലചരക്ക് മുതലായവ, ചായപ്പൊടി, ലൂസ് ചായപ്പൊടി ഉണ്ട്, നല്ല ക്വാളിറ്റി. ഇതെല്ലാം വാങ്ങിച്ച് സഹായിക്കുക. നിങ്ങൾ സഹായിക്കുന്ന ആ സഹായം, അതിൻ്റെ ലാഭവിഹിതം ഒരു പൈസ പോലും മറ്റാവശ്യങ്ങൾക്ക് ചിലവാക്കാതെ, ഒരു മൈക്ക് സെറ്റ് വെച്ച് ഒരു അനൗൺസ് പോലും നടത്താതെ, ഒരു അനാവശ്യ ഒറ്റ ചിലവില്ലാതെ ആ ക്യാഷ് മുഴുവനും ഞങ്ങൾ കിടപ്പ് രോഗികൾക്ക് എത്തിക്കും. വോളണ്ടിയേഴ്സ് 5 പേര് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ചെറിയ അലവൻസ് കൊടുക്കുന്നുണ്ട്. തുടർന്നും എല്ലാവിധമായ സഹായ സഹകരണങ്ങൾ ചെയ്ത് സാധുക്കളെ സഹായിക്കുന്നതിന് എല്ലാവരും സഹകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇതാണ് ക്രിസ്ത്യൻ ജോൺ. ഇതാണ് ക്രിസ്ത്യൻ ജോണിൻ്റെ വൈഫ്, ഭാര്യ ജാസ്മിൻ എന്നാണ് പേര്. ഇത് മകൾ നിഷാറാണി.
മകനിതിലില്ല. മകനൊന്ന് ആയിട്ടില്ലായിരുന്നു. ഇത് ക്രിസ്ത്യൻ ജോണിൻ്റെ ഡിയർ ഫ്രണ്ട് ബാംഗ്ലൂരിലാണ് വലിയൊരു ഫാക്ടറി നടത്തിക്കൊണ്ടിരിക്കുന്നു. അനേകം ജോലിക്കാർക്കുള്ള രാധാകൃഷ്ണനാണ് വൈഫിൻ്റെ പേര്. ലത ഒരു മകളാണ്, ഡോക്ടറാണ്. മരുമകനും ഡോക്ടറാണ്. ഇന്ന് ഈ ക്രിസ്ത്യൻ ജോണിന് 70 വയസ്സുണ്ട്. Okay, bye.